67 യാത്രക്കാരുമായി അസർബൈജാൻ വിമാനം കസാഖിസ്ഥാനിലെ അക്തൗ മേഖലയിൽ തകർന്നു വീണത് ക്രിസ്മസ് ദിനത്തിലാണ്. ദുരന്തത്തിൽ 38 പേർ മരിച്ചു. 29 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്കായിരുന്നു യാത്ര. ഗ്രോസ്നിക്ക് 400 കിലോമീറ്റർ മാത്രം അകലെ എത്തിയപ്പോൾ വിമാനം കസാഖിസ്ഥാനിലെ അക്തൗവിലേക്ക് വഴിതിരിച്ചുവിട്ടു. മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം വഴിമാറ്റിയത് എന്നാണ് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞത്. എന്നാൽ മോശം കാലാവസ്ഥയ്ക്കപ്പുറമുള്ള ചില കാരണങ്ങളുണ്ടെന്ന് റഷ്യ വിശദീകരിക്കുന്നു. ആ ദിവസം ഗ്രോസ്നി മേഖലയിൽ യുക്രൈൻ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. തുടർന്ന് റഷ്യ ഇതുവഴിയുള്ള ആകാശപാത അടച്ചു. ആ സമയത്താണ് അസർബൈജാൻ വിമാനം എത്തിയത്. ഇതിനിടയിൽ പക്ഷിയിടിച്ചോ മറ്റോ ആകാം വിമാനം തകർന്നത് എന്നാണ് റഷ്യയുടെ വിശദീകരണം. അതേസമയം റഷ്യയുടെ ഈ വാദം പൂർണ്ണമായി തള്ളുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. യുക്രൈൻ ഡ്രോൺ എന്ന് കരുതി റഷ്യ വിമാനം വെടിവെച്ചിട്ടു എന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ആരോപണം. റഷ്യൻ മിസൈൽ ഏറ്റെങ്കിൽ തന്നെ അത് മനഃപൂർവ്വമാകില്ല എന്നാണ് ഒരു വാദം. കാരണം അടുത്ത കാലത്തായി റഷ്യയും അസർബൈജാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന അർമേനിയ അസർബൈജാൻ സംഘർഷത്തിൽ അർമേനിയയുടെ ഭാഗത്തായിരുന്നു എന്നും റഷ്യ. എന്നാൽ 2023 സംഘർഷത്തിൽ നിഷ്പക്ഷ നിലപാടിലായിരുന്നു റഷ്യ. അങ്ങനെയുള്ളപ്പോൾ റഷ്യ കരുതിക്കൂട്ടി വിമാനം ആക്രമിക്കില്ല എന്നാണ് വിലയിരുത്തൽ.